ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിൽ അട്ടിമറി സാധ്യത സംശയിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇസ്രായേൽ ചാരസംഘടന മൊസാദിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പലരും. എന്നാൽ റൈസിയുടെ മരണത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുക, യാത്രക്കാർ എല്ലാവരും കൊല്ലപ്പെടുക, ഒപ്പമുള്ള 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി കടന്നുപോവുക. സോഷ്യൽ മീഡിയ സംശയമുയർത്താൻ വൈകിയില്ല. ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവരാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് എന്ന ആരോപണവുമായി പലരുമെത്തി. അതിർത്തി കടന്നുള്ള രഹസ്യ പദ്ധതികൾ നടപ്പാക്കാൻ വിദഗ്ധരാണ് മൊസാദ്. 1 മാസം മുമ്പ് ഡമാസ്കസിൽ ഒരു ഇറാൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും നടത്തി. ഇങ്ങനെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടിയതിനിടെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ ഇറാൻ മണ്ണിൽ തന്നെ കൊല ചെയ്തെന്ന ആരോപണവും മൊസാദിന് നേരെയുണ്ട്. ഇറാൻ ആണവായുധ പദ്ധതിയുടെ പിതാവ് മൊഹ്സിൻ ഫക്രിസാദ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഏറെയായിട്ടില്ല. കൃത്യതയാർന്ന ബെൽജിയൻ നിർമ്മിത തോക്ക് ആധുനിക റോബോട്ടിൽ ഘടിപ്പിച്ചായിരുന്നു കൊലപാതകം. ആയുധങ്ങൾ പാർട്സുകളായി ഇറാനിലേക്ക് കടത്തിയെന്നാണ് അന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. 1000 മൈൽ അകലെയിരുന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടാണ് കൊലപാതകം നടത്തിയത്. മൊഹ്സിനൊപ്പം കാറിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഫേഷ്യൽ റിക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനാൽ ഉന്നമിട്ട മൊഹ്സിൻ മാത്രം കൊല്ലപ്പെട്ടു. പിന്നെയും ഇറാന്റെ 4 ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവരെ ഇറാന്റെ മണ്ണിൽ കടന്ന് രഹസ്യമായി പിടികൂടുന്നതും അവരുടെ കുറ്റസമ്മത വീഡിയോ പുറത്തുവിടുന്നതും മൊസാദിന് പുതുമയല്ല. ഇറാദിന്റെ ഖുദ് സേനാ തലവൻ ഖാസിം സുലൈമാനിയെ ഇറാൻ മണ്ണിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിലും മൊസാദിനു നേരെ ആരോപണം നീണ്ടു. 2021 ജൂണിൽ കരാജിലെ സെൻട്രിഫ്യൂജ് നിർമ്മാണ കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിലും 2022 കെമാൻഷാ സൈനിക കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിലും ഇറാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയത് മൊസാദിനെ. ഇപ്പോൾ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോൾ മൊസാദിനെതിരെ സംശയമുന ചൂണ്ടുന്നെങ്കിലും അതിനുള്ള സാധ്യത കുറവെന്ന് ചിലർ പറയുന്നു. ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധം ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തില്ലെന്നാണ് ഇവരുടെ വാദം. മോശം കാലാവസ്ഥയും പഴഞ്ചൻ ബെൽ 212 ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുമാണ് റൈസിയുടെ ദാരുണാന്ത്യത്തിന് കാരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിൽ തന്നെ റൈസിക്കെതിരെ എതിർപ്പുള്ള ധാരാളം പേർ ഉണ്ടെന്നത് മറ്റു ചിലർ എടുത്തുകാട്ടുന്നു. ഇറാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് ഇബ്രാഹിം റൈസി കടന്നുവരുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചവർ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഏതായാലും റൈസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വാദിക്കുകയാണ് ചിലർ. ഇന്റർനാഷണൽ ഡെസ്ക് 24.